എനിക്ക് തോന്നണതേ പിന്നെ പറഞ്ഞോളൂ. കോൺഗ്രസിന് വിറ്റിട്ടേ കുറെ മാധ്യമങ്ങൾ അന്തസ്സായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. എങ്ങനെ കാശ്? കോൺഗ്രസിന് ആരിലും പൈസ തരുമോ നമുക്ക്? ഇത് യൂട്യൂബ്, ഇത് പിന്നെ റീച്ച്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നിങ്ങൾ രാത്രിയാകുമ്പോ പച്ചക്കള്ളം ഇന്നലെ ഈ വാർത്തയായിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് പണ്ട് തിരുവനന്തപുരത്തേക്ക് സരിതട കേസുമായിട്ട് പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വരെ പിന്നെ രാത്രിയില് പോയി സമരം ചെയ്ത് തിരുവനന്തപുരം ആകെ നാട്ടിച്ച ഒരു കഥ ഉണ്ടല്ലോ. അതുപോലെ ഇന്നലെ നിങ്ങൾ തെറ്റായ ഒരു പ്രചരണം നടത്തി. തെറ്റായ പ്രചരണം നടത്തിയത്? രാഹുലിനെ പിടിച്ചു, രാഹുലിനെ പിടിച്ചു എന്നല്ല ഞങ്ങൾ നാളെ വാർത്ത വിളിക്കുന്നത്. രാഹുൽ പോലീസ് പിടിയിലെന്ന് സൂചന എന്നുള്ള വാർത്തകളാണ് വന്നത്. അത് ഇന്നലെ രാത്രി അങ്ങനെയായിരുന്നു സൂചനകൾ. പോലീസിന്റെ സൂചന എന്ന് പറയണതും പിടിച്ചു എന്ന് പറയണതും നിങ്ങളുടെ റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനൊന്നും നടത്തിയോണ്ടൊന്നും കോൺഗ്രസിനെ അങ്ങോട്ട് വിഴുങ്ങിക്കളയാ, കോൺഗ്രസ് ഇതിൽ തകർന്ന് തരിപ്പണാവും എന്നൊക്കെ വിചാരിക്കുന്ന നിത്യധാരണ മാധ്യമങ്ങള് ഇന്ന് നിങ്ങൾ വാർത്താ സമ്മേളനം ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കോൺഗ്രസ് തകർന്ന അരിപ്പണമാകണമെന്നോ CPM തകർന്ന അരിപ്പണമാണെന്നോ BJP തകർന്ന അരിപ്പണമാണെന്നോ ഞങ്ങളുടെ അജണ്ടയിലില്ല. എന്തായാലും ഞങ്ങളുടെ അജണ്ടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നാട്ടിലെ വാർത്തയാണെങ്കിൽ ആ വാർത്ത നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. അല്ല, CPM തർപ്പണാവണമെന്നോ അല്ലെങ്കിൽ BJP തകർന്ന് തരിപ്പണാവണമെന്നോ ഇന്നത്തെ അജണ്ട ഉണ്ടാവില്ല. അത് ശരിയാണ്. പക്ഷെ കോൺഗ്രസ് തകരണം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ട്. പിന്നെ ഞങ്ങളാണോ ഈ കോൺഗ്രസിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ കണ്ടുപിടിച്ചു വന്ന് വലിയ നേതാവാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും എത്രയോ മുതിർന്ന അല്ലെങ്കിൽ എത്രയോ യൂത്ത് കോൺഗ്രസിലും KSUയിലൂടെ ഒക്കെ വന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തി ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുകയും ഒക്കെ ചെയ്ത ആളെ മാധ്യമങ്ങളാണോ കൊണ്ടുവന്നത്? മാധ്യമങ്ങളാണോ വളർത്തിയത്? നമ്മളിപ്പോ ഒരാളെ പിന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഇന്ന് കേരളത്തില് ഒരുപാട് പിന്നെ കേരളത്തിലല്ല ലോകം മുഴുവൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എല്ലാവരും തെറ്റ് ചെയ്തതിന്റെ ശേഷമല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തെറ്റ് ചെയ്യണതിന് മുന്നേ കോൺഗ്രസ് പാർട്ടി ആയാലും അല്ലെങ്കിൽ ഏത് പാർട്ടി ആവട്ടെ, എന്ത് സംവിധാനം ആവട്ടെ, തെറ്റ് ചെയ്യണതിന് മുന്നേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സെക്കൻഡ് ശ്രീ അബ്ദുൽ ലത്തീഫ്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിലെ സജീവമായ പ്രവർത്തകയായിരുന്നവരടക്കം ഷാഫിയോടക്കം പറഞ്ഞിട്ടുണ്ട് ഇയാളെ പോലെ ഒരാളെ കൊണ്ടുവരരുത് എന്ന്. അവർ തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. എത്രയോ പേർ മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇയാൾക്കെതിരെ പണ്ട് മുതലായി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം പരാതികളുണ്ട്, ഇത്തരം ആക്ഷേപങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതെല്ലാം നേതാക്കളോട് പലതവണ പല സ്ത്രീകൾ പറഞ്ഞതായി ഇപ്പോഴവർ തുറന്നു പറയുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും അയാളെ കൊണ്ടുവരികയായിരുന്നില്ലേ? ഈ സമയം അവർക്ക് പറയാൻ പറ്റിയ സമയമാണ്. ചില ആളുകൾക്ക് അവർക്ക് അവരുടേതായ ഈ അയ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ കോൺഗ്രസിൽ എന്ത് തേങ്ങ ചെയ്തെന്നാ പറയുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിന്റെ? ഞങ്ങളൊക്കെ ഇന്നലെയാണ് അറിയണത്. ഞാനൊക്കെ ഇന്നങ്ങൾ ചോദിച്ചോക്കെ, ഞാൻ അബ്ദുൽ ലത്തീഫ് അത്താണിക്കൽ അല്ലെങ്കിൽ ഞാനൊരു സാധാ പ്രവർത്തകനാണ്. പക്ഷെ എത്രയോ ആളുകൾ അറിയും. പക്ഷെ ഇവരൊക്കെ ആരറിയും? ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയണത്. പിന്നെ അവർക്ക് അയ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാളെ മാധ്യമത്തിൽ വേറൊരാൾ വന്നിട്ട് പറയും ഞാൻ പെണ്ണായി ജനിക്കാൻ നന്നായി, ഞാനും പറ്റിയായിരുന്നു, എനിക്കും പറ്റിയായിരുന്നു. കാരണം ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ അപവാദം ഉണ്ടാക്കുക, ഒരു അപവാദം നിൽക്കുമ്പോ ഒരുപാട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ താങ്കൾ പറയുന്നത് ഈ വരുന്നതൊക്കെയും വ്യാജമായ അപവാദങ്ങളാണെന്നാണോ? എല്ലാം വ്യാജാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം വ്യാജാണെന്ന് പറഞ്ഞിട്ടില്ല. വ്യാജമാവാതിരിക്കാം. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ആരോപണം നേരത്തെ ഉള്ളപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചിട്ട് വേണ്ട അയാളെ പിടിച്ച് സുപ്രധാന സ്ഥാനത്തൊക്കെ ഏൽപ്പിക്കാൻ. നിങ്ങള് ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് അങ്ങനെ ഒരു ആരോപണം കൊടുത്തിട്ടുണ്ടെന്ന് ആളെ മറുപടി പറയാൻ അയക്കണം കേട്ടോ. ഷാഫി പറമ്പലിനായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുക. കൃത്യമായി ശ്രീ അബ്ദുൽ ലത്തീഫ് വളരെ കൃത്യമായി തന്നെ പറയാം, ആധികാരികതയോടുകൂടി തന്നെ പറയാം. ഞങ്ങളല്ല ഷാഫി പറമ്പലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഷാഫി പറമ്പലിനോട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അവരോധിക്കാൻ നിൽക്കുന്ന ഷാഫി പറമ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക കൃത്യമായി തന്നെ ഷാഫി പറമ്പലിനോട് ഇത് പറഞ്ഞിരുന്നു എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ആ കോൺഗ്രസ് പ്രവർത്തക തന്നെയാണ്. അവരുടെ ബൈറ്റ് അടക്കം എല്ലാ ചാനലുകളിലും ലഭ്യമാണ്, സോഷ്യൽ മീഡിയയിലടക്കം ലഭ്യമാണ്. ഞാൻ വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു അവസരം തരേ. എന്താണ് ആ ഷഹന എന്ന് പറയുന്ന ഷഹന എന്ന് പറയുന്ന അവരെന്താണ് പറഞ്ഞത്? അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു. താങ്കൾ കേട്ടു നോക്കൂ. ഞാനെന്തിനാ പറയുന്നത്? ഷാഫിക്ക് കൊടുത്ത പരാതി അല്ലല്ലോ, നേരിട്ട് പറഞ്ഞു എന്നുള്ള അവർ വ്യക്തമായി പറയുന്നില്ലേ? ഡൽഹിയിൽ അവര് പറഞ്ഞ പരാതി
കേൾക്ക്, അവർ ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒപ്പം പോവായിരുന്നു എന്നൊരു മെസ്സേജ് അയച്ചു എന്നാണ് അവർ ഫേസ്ബുക്കിൽ എഴുതിയതും പറഞ്ഞതും. ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്തല്ല പറഞ്ഞത്, വളച്ചൊടിച്ചതല്ലല്ലോ. അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, ഒരു കർഷക സമരം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കോൺഗ്രസ് പ്രവർത്തക അതിൽ ഒരു മിനിറ്റ് അബ്ദുൽ ലത്തീഫ് ഒരു മിനിറ്റ്, ഒരു കർഷക സമരത്തിന് സ്വമേധയാ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക എത്രത്തോളം ആ സമരത്തോട് പ്രചോദിതയാണെന്ന് ആലോചിക്കണം. അങ്ങനെ പങ്കെടുത്ത ഒരു സ്ത്രീയോട് അവിടെ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒപ്പം പോകാം എന്ന് പറയുമ്പോൾ അല്ല, നമുക്ക് ഒരുമിച്ച് അവിടെ പോകാം എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശമൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർ. അതായത് 2021 കർഷക സമരം നടക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 2021 കർഷക സമരം നടന്നത്. ഇവര് ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആയി എന്ന് പറയുന്നത് ഈ 2023 ആ കഥയ്ക്ക് അവിടെ നിൽക്കട്ടെ. അതങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ അടിച്ചിറക്കി വരും. താങ്കൾ എങ്ങനെ ഇത് കഥയാണെന്ന് എങ്ങനെ താങ്കൾ തീരുമാനിക്കുന്നത്? ഞങ്ങൾ പറയുന്ന കഥ തന്നെയാണെന്ന്. നിങ്ങൾക്ക് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിട്ട് മാധ്യമങ്ങൾ, ഞങ്ങളല്ലല്ലോ മാധ്യമ പ്രവർത്തകരായാലോ എന്നാ പറഞ്ഞത്, അല്ലല്ലോ. ഇതെല്ലാം പറഞ്ഞത് നിങ്ങളുടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയല്ലേ? നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ വാർത്തകൾ എന്താ? ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരും മുഴുവൻ, വി.ഡി. സതീശനായാലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ആളുകളും, എല്ലാ കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ മുഖ്യമന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ? മുഖ്യമന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ എന്ന് ചോദിച്ചത് താങ്കൾ കേട്ടില്ലേ? എന്ത് ചോദിച്ചു? വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ താങ്കൾ കേട്ടില്ലേ? ഇസ്ലാമിയുടെ ഒരു കാര്യം ചോദിച്ചേ, എഴുതി കൊടുത്ത് നോക്കി വായിക്കുന്നത് ഞങ്ങൾ കാണല്ലേ? നിങ്ങൾക്ക് സെലക്റ്റീവ് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് കോൺഗ്രസിനെ തകർക്കാനോ തരിപ്പണാക്കാനോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി അബ്ദുൽ ലത്തീഫ്, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ താങ്കൾക്ക് പറയാൻ അവസരം കിട്ടിയെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും മാധ്യമപ്രവർത്തകരൊക്കെ ഇന്ന് മുഖ്യമന്ത്രിയുടെ മീറ്റ് ദി പ്രസിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ, ന്യായമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചില്ലെങ്കിൽ ഏത് പാർട്ടിക്കായാലും ആ പാർട്ടിയുമായ അനുഭവമുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ പ്രവർത്തകരും ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശ്രീ